ഇന്നത്തെ റെസിപ്പി റാഗി കൊണ്ടുള്ള വട്ടയപ്പമാണ്. നല്ല സോഫ്റ്റ് ആയതും പഞ്ഞി പോലത്തെ വട്ടയപ്പവുമാണ്. അരി കൊണ്ടുണ്ടാക്കുന്നതിലും വളരെ നല്ലതാണ്. കുട്ടികൾക്കൊക്കെ ഇതുപോലുള്ള ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് കൊടുക്കുന്നതാണ് നല്ലത്. നമുക്ക് ഈ വട്ടയപ്പം ഉണ്ടാക്കുന്ന വീഡിയോയിൽ കണ്ടു നോക്കാം. റാഗിപ്പൊടി കൊണ്ട് നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കുന്നതിന് ഞാൻ 1 കപ്പ് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്. കൂടെ ചേർക്കാനായിട്ട് ഞാനൊരു 3/4 കപ്പ് ചിരണ്ടിയ തേങ്ങ എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് ചോറും എടുത്തിട്ടുണ്ട്. വളരെ എളുപ്പം നമുക്ക് ഈ റാഗി വട്ടയപ്പത്തിൻ്റെ മാവൊന്ന് റെഡിയാക്കിയെടുക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വച്ചിരുന്ന 1 കപ്പ് റാഗിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. എടുത്തു വച്ചിരുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. ചോറിട്ട് കൊടുക്കാം. ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. കൂടുതൽ വേണമെങ്കിൽ ഇടാം. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുള്ളൂ. 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട് ഞാൻ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു 3/4 കപ്പ് വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് നമ്മൾ ആ മാവ് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഒരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഒരു വലിയ പാത്രത്തിൽ വേണം ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇത് പൊങ്ങി വരുന്നതാണ്. ഈസ്റ്റൊക്കെ ചേർത്തത് കൊണ്ട് നന്നായിട്ട് ഇത് പൊങ്ങി വരും. മിക്സിയിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. മാവിന് തന്നെ നല്ല ടേസ്റ്റാണ്. ഒരു 3 മണിക്കൂർ നമുക്കിതൊന്ന് പൊങ്ങാനായിട്ട് വെക്കാം. നമ്മൾ ഈ മാവ് അടച്ചു വെച്ചിട്ട് 3 മണിക്കൂറായി. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിനി ഈ മാവ് ഇളക്കൊന്നും വേണ്ട. മേളിൽ തന്നെ ഇങ്ങനെ പാത്രത്തിലോട്ട് എടുക്കാം. ഈ തട്ടത്തിൽ ഞാൻ നെയ്യൊക്കെ പുരട്ടി വെച്ചിരിക്കുകയാണ്. നമുക്കിതിങ്ങനെ കോരി ഒഴിക്കാം. ഇത്രയും ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്കിനി ഇത് സ്റ്റീമറിൽ വെച്ചൊന്ന് ആവി കയറ്റിയെടുക്കാം. നമുക്കിത് അടച്ചു വെച്ച് ഒരു പകുതി വേവ് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ കാഷ്യൂനട്ടും റൈസിൻസും ഒക്കെ വറുത്തത് മേളിൽ വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ എല്ലാം താഴോട്ടങ്ങ് പോകും. പകുതി വേവായിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് റൈസിൻസ് വറുത്തതും കാഷ്യൂനട്ട് വറുത്തതും കൂടെ വെച്ച് കൊടുക്കാം. അടച്ചു വെച്ച് കൊടുക്കാം. വട്ടയപ്പം റെഡിയായി ഒന്ന് നോക്കാം. വെന്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് തണുക്കാനായിട്ട് വെക്കാം. നല്ല സോഫ്റ്റായിട്ടുള്ള വട്ടയപ്പം നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. 1 കപ്പ് പഞ്ഞിപ്പുല്ലിൻ്റെ പൊടി കൊണ്ട് നമ്മൾ 2 വട്ടയപ്പം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എനിക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള വട്ടയപ്പം റെഡിയായിരിക്കുകയാണ്. നല്ല ടേസ്റ്റാണ് ഈ വട്ടയപ്പത്തിന്. അരി കൊണ്ടുണ്ടാക്കുന്നതിലും ടേസ്റ്റി ആയിട്ട് നമ്മളിത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. റെസിപ്പി ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.